ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു നഴ്സ് കുഞ്ഞിനെ തൻ്റെ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന മറ്റുള്ളവർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമെന്ന് പറയുന്നത് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നതാണ്. രണ്ടാമത് ചോദിക്കുന്ന ചോദ്യമാണ് എന്ത് പേരാണിടുന്നത്. പണ്ടൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പേര് നൽകിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതലും ഹോസ്പിറ്റലുകളിൽ നമ്മൾ ആദ്യം തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് നൽകേണ്ട ആവശ്യങ്ങളുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് നൽകാൻ നേരത്ത് അച്ഛനോ അമ്മയ്ക്കോ കുഞ്ഞിന് നൽകുന്ന പേര്, ആ കുഞ്ഞിൻ്റെ ക്യാരക്ടർ, ആ കുഞ്ഞിൻ്റെ ഐഡൻറ്റിറ്റി, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിധത്തിലുള്ള ധാരണയും ഉണ്ടാവുകയില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലായി ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നൊരു കാര്യം, കൂടുതൽ പാരൻസും അവരുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പേര് ഇപ്പോഴത്തെ ട്രെൻഡ്സ് നോക്കിയിട്ടാണ്. അതല്ലെങ്കിൽ അവരുടെ കുടുംബ പേരുമായി ബന്ധപ്പെട്ട പേരുകളാണ്. അവരൊരിക്കലും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള പേര് തൻ്റെ സ്വർഗസ്ഥനായ ദൈവത്തോട് ചോദിക്കുന്നില്ല. ബൈബിളിൽ പേര് എന്നത് വെറും ഒരു വിളിപ്പേരല്ല, മറിച്ച് അതൊരു വ്യക്തിയുടെ വ്യക്തിത്വം, സ്വഭാവം, ഭാവി എന്നിവയെ സ്വാധീനിക്കുന്ന ഒന്നാണ്. കുട്ടികൾക്ക് ഇടാൻ പാടില്ലാത്ത 6 തരം പേരുകളെപ്പറ്റി ഇന്ന് നമുക്ക് ചിന്തിക്കാം. അതിൽ ഒന്നാമത്തേതാണ് വ്യാജ ദൈവങ്ങളുമായി ബന്ധമുള്ള പേരുകൾ കുട്ടികൾക്ക് നൽകരുത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ അവർക്ക് നൽകുന്ന ആദ്യത്തെയും ഏറ്റവും വലുതുമായ സമ്മാനമാണ് അവരുടെ പേര്. ആ പേര് വെറും ഒരു വിളിപ്പേരല്ല, മറിച്ച് അവരുടെ വ്യക്തിത്വത്തോടും സ്വഭാവത്തോടും ഭാവിയോടും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് കേൾക്കുന്ന നല്ല ഭംഗിയുള്ളതോ മോഡേൺ ആയതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയതോ ആയ പേരുകൾ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ആ പേരിൻ്റെ യഥാർത്ഥ അർത്ഥമെന്തെന്നോ അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നോ അന്വേഷിക്കാൻ പലരും മറന്നുപോകുന്നു. ഒരു ഉദാഹരണം, വിദേശ ഭാഷയിലോ പുരോഹിത സംസ്കാരങ്ങളിലോ കേൾക്കാവുന്ന വളരെ എലഗൻ്റായി തോന്നുന്ന ഒരു പേര് നമ്മൾ കുട്ടിക്ക് ഇട്ടു എന്ന് കരുതുക. എന്നാൽ ആ പേരിൻ്റെ വേരുകൾ തിരഞ്ഞു ചെന്നാൽ അത് ഒരു പക്ഷേ പുരാതന റോമിലെയോ ഗ്രീസിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്കാരത്തിലെയോ ആരാധിച്ചിരുന്ന അന്യദൈവങ്ങളുടെയോ വ്യാജദൈവങ്ങളുടെയോ പേരായിരിക്കാം. ഒരു കുഞ്ഞിന് അങ്ങനെ ഒരു പേര് നൽകുമ്പോൾ നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും ആ വ്യാജ ദൈവത്തിൻ്റെ സ്വത്വത്തെയാണ് ആ കുട്ടിയുടെ ജീവിതത്തിന്മേൽ ഓരോ തവണ വിളിക്കുമ്പോഴും നാം പ്രഖ്യാപിക്കുന്നത്. ബൈബിൾ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മറ്റു ദൈവങ്ങളുടെ നാമങ്ങളെ നിങ്ങൾ ഉച്ചരിക്കരുത്, അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാനും ഇടയാകരുത്. പുറപ്പാട് 23:13 ഇപ്രകാരം പറയുന്നുണ്ട്. ദൈവത്തെ വിശ്വസിക്കുകയും ദൈവിക മൂല്യങ്ങൾ ജീവിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിൽ അന്യദൈവങ്ങളുടെയോ ദൈവത്തെ അനാദരിക്കുന്ന രീതിയിലുള്ളതോ ആയ പേരുകൾ കുട്ടിക്ക് നൽകുന്നത് ആത്മീയമായി വളരെ വലിയൊരു തെറ്റാണ്. ഇതിനർത്ഥം ഏത് പേര് കണ്ടാലും നമ്മൾ ഭയപ്പെടണമെന്നല്ല, മറിച്ച് കുട്ടിക്ക് ഒരു പേര് അന്തിമമായി തീരുമാനിക്കുന്നതിന് മുൻപ് കൃത്യമായി അന്വേഷണവും പഠനവും നടത്തണം. ആ പേരിൻ്റെ അർത്ഥമെന്തെന്നും അത് എവിടെ നിന്ന് വരുന്നു, അത് കുട്ടിയുടെ ജീവിതത്തിൽ നല്ലൊരു അനുഗ്രഹമാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പ്രശസ്തിക്കോ ട്രെൻഡ്സിനോ വേണ്ടി അർത്ഥമില്ലാത്ത അന്യദൈവങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയ പേരുകൾ ഇടാതെ ദൈവിക ഉദ്ദേശമുള്ളതും അനുഗ്രഹീതവുമായ അർത്ഥമുള്ളതുമായ പേരുകൾ നമ്മുടെ മക്കൾക്ക് നൽകാൻ നാം ശ്രദ്ധിക്കണം. രണ്ടാമത്തേതാണ് ശാപത്തെയോ ദുഃഖത്തെയോ കുറിക്കുന്ന പേരുകൾ. ജീവിതത്തിലെ കഠിനമായ സങ്കടത്തിലൂടെയോ പ്രതിസന്ധിയിലൂടെയോ കടന്നു പോകുമ്പോൾ ആ നിമിഷത്തിലെ ദുഃഖവും വേദനയും പ്രതിഫലിക്കുന്ന പേരുകൾ കുട്ടിക്ക് നൽകാൻ പലരും മുതലാറുണ്ട്. ബൈബിളിൽ യാബേസ് എന്ന വ്യക്തിയുടെ ജീവിതം നമുക്ക് കാണാനുണ്ട്. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അമ്മ നൽകിയ ആ പേര് അവൻ ജീവിതകാലം മുഴുവൻ ഒരു ഭാരമായി ചുമക്കേണ്ടി വന്നു. ഒടുവിൽ ആ ശാപത്തിൻ്റെ ഭാരം മാറ്റാൻ അവൻ ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട അധ്യായങ്ങളും ഉണങ്ങാത്ത മുറിവുകളും കുട്ടികളുടെ വ്യക്തിത്വത്തിലേക്ക് പേരിൻ്റെ രൂപത്തിൽ എഴുതി വെക്കരുത്. ദുഃഖത്തെയോ ശാപത്തെയോ കുറിക്കുന്ന പേരുകൾക്ക് പകരം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും പ്രത്യാശയും നിറഞ്ഞ നല്ല പേരുകൾ പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ മക്കൾക്ക് നൽകാം. മൂന്നാമത്തേതാണ് സ്വന്തം പ്രശസ്തിക്കോ സ്വാർത്ഥതയ്ക്കോ വേണ്ടി നൽകുന്ന പേരുകൾ. കുട്ടികൾക്ക് പേരിടുമ്പോൾ മാതാപിതാക്കൾ വരുത്തുന്ന വളരെ സൂക്ഷ്മമായ എന്നാൽ ഗൗരവമേറിയ ഒരു തെറ്റിനെക്കുറിച്ചാണ്.
സ്വന്തം പ്രശസ്തിക്കോ സ്വാർത്ഥതയ്ക്കോ വേണ്ടി മക്കൾക്ക് പേരിടുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് പേരിടുമ്പോൾ ചില മാതാപിതാക്കൾ ഉള്ളിൽ സ്നേഹത്തേക്കാൾ ഉപരി സ്വന്തം അഹന്തയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പേര് നിലനിർത്താൻ സ്വാർത്ഥമായ താല്പര്യങ്ങളോ ആയിരിക്കും നിറഞ്ഞു നിൽക്കുന്നത്. എൻ്റെ കുടുംബ പേര് വളരണം, എൻ്റെ പ്രശസ്തി മകനിലൂടെ മകളിലൂടെ ലോകമറിയണം, ഞാൻ ആഗ്രഹിച്ച എന്നാൽ എനിക്ക് നേടാൻ കഴിയാതെ പോയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ എൻ്റെ കുട്ടി ജീവിക്കണം എന്നിങ്ങനെ ഏറെ ഈഗോ അവർ വർക്ക് ചെയ്യാൻ നോക്കും. ഉൽപ്പത്തി 11:4 വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലൊരു വാക്യം എങ്ങനെയുണ്ട്? വരുവിൻ നമുക്ക് ഒരു പേരുണ്ടാക്കുക. സ്വന്തം പ്രശസ്തിയെ അഹങ്കാരവും ഉയർത്തിക്കാട്ടുവാൻ ശ്രമിച്ച അവരുടെ ശ്രമം ഒടുവിൽ ചിതറിപ്പോകലിലാണ് അവസാനിച്ചത്. ഒരു കുട്ടി ജനിക്കുന്നത് മാതാപിതാക്കളുടെ സ്വാർത്ഥ ആഗ്രഹങ്ങൾ നിലനിർത്താനോ ഒരു സ്മാരകമായിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു ലക്ഷ്യത്തോടും വിളിയോടും കൂടി അവൻ അല്ലെങ്കിൽ അവൾ ഈ ലോകത്തിലേക്ക് വരുന്നത്. ഒരു കുട്ടി ആദ്യമായി ശ്വാസമെടുക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കളുടെ സ്വന്തം പെരുമ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപകരണമായി അവരെ മാറ്റുന്നത് ആത്മീയമായ ഒരു ശരിയല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ നമ്മുടെ സ്വന്തം പ്രശസ്തിയോ കുടുംബ മഹിമയോ അല്ല നാം നോക്കേണ്ടത്, മറിച്ച് ആ പേര് കുട്ടിയെ ദൈവവുമായുള്ള ബന്ധത്തെ എത്രത്തോളം അനുഗ്രഹിക്കുന്നു എന്ന് നോക്കണം. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ ദൈവത്തിൻ്റെ ഉദ്ദേശം അവരുടെ ജീവിതത്തിൽ നിറവേറാൻ സഹായിക്കുന്ന നല്ല പേരുകൾ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് അവർക്ക് കൊടുക്കാം. അടുത്തതായി ഒരു അർത്ഥമോ പ്രാർത്ഥനയോ ഇല്ലാത്ത പേരുകളെ കുറിച്ചാണ്. ഇന്ന് നാം കുട്ടികൾക്ക് പേരിടുമ്പോൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് അർത്ഥമോ പ്രാർത്ഥനയോ ഇല്ലാതെ വെറും ട്രെൻഡുകൾക്ക് മാത്രം പുറകെ പോകുന്ന പേരുകൾ. കേൾക്കാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായതുകൊണ്ടോ മാത്രം ഒരു അർത്ഥവുമില്ലാത്ത പേരുകൾ ഇടുമ്പോൾ ആ കുട്ടിക്ക് ജീവിതത്തിൽ വ്യക്തമായ ഒരു വ്യക്തിത്വമോ ലക്ഷ്യമോ ഇല്ലാതെ പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം അമ്മ, അച്ഛ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ പേരിട്ടത്, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മക്കൾ ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ നിൽക്കുന്ന അവസ്ഥ എത്ര വിഷമകരമായിരിക്കും. ബൈബിളിൽ യെശയ്യാവ് 43:1 ദൈവം പറയുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവം നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നത് ഒരു ട്രെൻഡിൻ്റെ പുറത്തല്ല, മറിച്ച് വ്യക്തമായ ഒരു ദൈവിക ലക്ഷ്യത്തോടെയാണ്. ഒരു കുട്ടിയുടെ പേര് എന്നത് അവൻ്റെ ജീവിതത്തിന്മേൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു വാക്കാണ്. അതിനാൽ വെറും ട്രെൻഡ്സിന് പുറകെ പോകാതെ നല്ല അർത്ഥമുള്ള പ്രാർത്ഥനയുടെ പിൻബലമുള്ള പേരുകൾ മാത്രം നമുക്ക് മക്കൾക്കായി നൽകാം. അടുത്തതായി പറയുന്നത് ദൈവത്തെയോ ബൈബിളിനെയോ പരിഹസിക്കുന്ന പേരുകളെയാണ്. കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ നാം ഒഴിവാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെയോ ബൈബിളിനെയോ പരിഹസിക്കുന്ന രീതിയിലുള്ള പേരുകൾ തിരഞ്ഞെടുക്കുന്നത്. ചില മാതാപിതാക്കൾ ആളുകളെ ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യത്യസ്തത പുലർത്താനോ വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങളെയോ ദൈവിക കാര്യങ്ങളെയോ തമാശ രൂപേണ ചിത്രീകരിക്കുന്ന പേരുകൾ മക്കൾക്ക് നൽകാറുണ്ട്. എന്നാൽ ഒരു നിമിഷത്തെ തമാശയ്ക്കായി തുടങ്ങിയ ആ പേര് ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ സ്കൂളിലും സദസ്സിലും ഒരു പരിഹാസപാത്രമായി മാറുന്നത് നാം കാണേണ്ടതായിട്ട് വരും. പുറപ്പാട് 20:7 നമുക്ക് കാണാൻ സാധിക്കും, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. ദൈവവുമായി ബന്ധപ്പെട്ട അർഹിക്കുന്ന ആദരവോടെയും ബഹുമാനത്തോടെയും ഭക്തിയോടെയും വേണം നാം കാണാൻ. നമ്മുടെ വീടുകളിലും ദൈവഭയത്തിൻ്റെയും ആദരവിൻ്റെയും അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്. മക്കളുടെ പേര് മറ്റുള്ളവർക്ക് തമാശ പറയാനുള്ള ഒന്നാക്കി മാറ്റാതെ അവരുടെ ജീവിതത്തിന്മേൽ അനുഗ്രഹവും ദൈവിക ആദരവും നിറയുന്ന നല്ല പേരുകൾ മാത്രം പ്രാർത്ഥനാപൂർവ്വം നൽകാം. അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കാതെ എടുക്കുന്ന പേരുകളെ കുറിച്ചാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികൾ പേരിടുമ്പോൾ മാതാപിതാക്കൾ വരുത്തുന്ന ഏറ്റവും വലിയ മറവിയിലൊന്നാണ് പ്രാർത്ഥിക്കാതെ പേര് തീരുമാനിക്കുന്നത്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലും പുസ്തകങ്ങളിലും തിരയുന്നു, കൂട്ടുകാരോടും ബന്ധുക്കളോടും അഭിപ്രായം ചോദിക്കുന്നു. എന്നാൽ ഈ കുട്ടി ആരായിത്തീരണം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ദൈവത്തിന് കൃത്യമായ ഒരു അറിവുണ്ട്. ആ ദൈവത്തോട് ചോദിക്കാൻ നമ്മൾ എത്രത്തോളം തയ്യാറാകുന്നുണ്ട്?
ലൂക്കോസ് 1:13 സെക്കരിയാവിനോട് ദൂതൻ പറയുന്നത് നമ്മൾ കാണുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. ആ പേര് ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തതല്ല, മറിച്ച് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ്. നമ്മുടെ കുഞ്ഞിന് പേരിടാൻ ഒരു ദൂതൻ ഇറങ്ങി വരേണ്ടതില്ല. അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയോടെ ഒന്ന് നിർത്തി ദൈവത്തോട് ചോദിച്ചാൽ മതി, കർത്താവേ, ഇത് എൻ്റെ കുഞ്ഞിന് നീ കരുതിയിരിക്കുന്ന പേരാണോ? അശ്രദ്ധമായി നമ്മൾ എടുത്തേക്കാവുന്ന ഒരു തെറ്റായ തീരുമാനത്തെ പ്രാർത്ഥനാപൂർവം വലിയൊരു അനുഗ്രഹമായി മാറ്റാൻ ആ ഒറ്റ പ്രാർത്ഥനയ്ക്ക് കഴിയും. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിങ്ങൾ കുട്ടിക്ക് നൽകിയ പേരിനെക്കുറിച്ച് ഓർത്ത് പരിഭ്രാന്തരാകാൻ വേണ്ടിയല്ല ഈ സന്ദേശം. നമ്മൾ അറിയാതെ വരുത്തുന്ന തെറ്റുകൾ ദൈവബന്ധത്തിനല്ല. ഈ വിഷയത്തിൻ്റെ ഗൗരവം അറിയാതെ മുൻപ് പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള പേരാണ് നിങ്ങൾ മകനോ മകൾക്കോ നൽകുന്നതെങ്കിൽ ധൈര്യമായിരിക്കുക. യാക്കോബിനെയും അബ്രഹാമിനെയും വീണ്ടെടുത്തതുപോലെ തന്നെ ദൈവം ആ പേരിനെയും വീണ്ടെടുക്കും. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലെ പേരിനേക്കാൾ ശക്തി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോഴാണ് കുട്ടിയുടെ പേര് തീരുമാനിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ഈ നിമിഷത്തെ ഗൗരവത്തോടെ കാണുക. പ്രോവേർബ്സ് 22:1 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വലിയ ധനത്തേക്കാൾ നല്ല പേര് ആഗ്രഹിക്കത്തക്കതാണ്. നിങ്ങളുടെ കുഞ്ഞ് ഈ പേരുമായാണ് ക്ലാസ് മുറികളിലേക്ക്, സൗഹൃദങ്ങളിലേക്കും അവരുടെ സ്വന്തം മക്കളുടെ ഓർമ്മകളിലേക്കും നിങ്ങൾ ഒപ്പമില്ലാത്ത ജീവിതത്തിലും എല്ലാ ഘട്ടങ്ങളിലേക്കും കടന്നു പോകുന്നത്. അതിനാൽ ജീവനെ നൽകുന്ന ഒരു പേര് തിരഞ്ഞെടുക്കുക. ദൈവത്തെ പരിഹസിക്കുന്നതിന് പകരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പേര് കണ്ടെത്തുക. ട്രെൻഡ്സിന് പുറകെ പോകാതെ ദൈവിക ലക്ഷ്യമുള്ള പേര് തിരഞ്ഞെടുക്കുക. സ്വന്തം പെരുമയ്ക്ക് വേണ്ടിയല്ലാതെ കുട്ടികളുടെ ഭാവിക്കും അനുഗ്രഹത്തിനും വേണ്ടി പേര് തിരഞ്ഞെടുക്കുക. കാരണം കുഞ്ഞിന് നൽകുന്ന ആദ്യ സമ്മാനം കമ്പിളിയോ കളിപ്പാട്ടമോ അല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ അവർ ദിവസവും കേൾക്കാൻ പോകുന്ന സ്വന്തം പേരിൻ്റെ ശബ്ദമാണ്. അതൊരു ലളിതമായ പ്രഖ്യാപനമാണ്, എങ്കിലും അത് വലിയ ശക്തിയുണ്ട്. കുട്ടിക്ക് പേരിടാൻ തയ്യാറെടുക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. ധൃതിയിലുള്ള ഒരു തീരുമാനത്തെ പ്രാർത്ഥനാപൂർവമായ തീരുമാനമാക്കി മാറ്റാൻ ഇത് സഹായിക്കും. ബൈബിൾ അധിഷ്ഠിതമായ അറിവുകൾക്ക് ഒരുമിച്ച് വളരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.